ജയ്സലോട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അവർ ദൈവം നമ്മിൽ വസിക്കുക, നാം ദൈവത്തിൽ വസിക്കുക. ഒരു പ്രധാന സബ്ജക്റ്റാണ് ഇന്ന് പൽക്കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പ്രധാനം തന്നെയാണ്. ഇവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. നാം കർത്താവിൽ വസിക്കണം, കർത്താവ് നമ്മിൽ വസിക്കണം. കർത്താവ് നമ്മിൽ വസിക്കുന്ന എങ്ങനെയാ? കർത്താവിൻ്റെ വചനം നമ്മിൽ വസിക്കണം, കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കണം. ഇതൊക്കെ ഇന്നത്തെ ക്രിസ്ത്യ ജീവിതത്തിലുണ്ടോ? ഇത് വചനം എന്നുള്ളത് ഇന്ന് ആർക്കും വേണ്ടല്ലോ. സത്യവചനം, പത്യവചനം പ്രസംഗിച്ചാൽ അത് കേൾക്കാൻ ആളില്ല. കർണരസമാകുമാറ് പ്രസംഗിക്കുമ്പോൾ പൗലോസ് പറയുക, കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. ചെവിക്ക് ഇൻപമുള്ളത്, മനസ്സിന് കുളിർമയേകുന്നത്, ലോകത്തിൻ്റെ ചപ്പും ചവറും തരുമെന്ന് കള്ളപ്രവാചകന്മാർ വന്ന് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാൻ ആൾക്കാർക്ക് സന്തോഷമാണ്. അത് കേട്ടങ്ങ് സന്തോഷിക്കുക. സന്തോഷിച്ച് അവസാനം നരക കുഴി പോയി വീഴും. അപ്പം മനസ്സിലാകും ഞങ്ങൾ ഈ പറയുന്ന വിശുദ്ധിയുടെ ഉപദേശത്തിൻ്റെ വില എന്താണെന്ന്. ധനവാന് മനസ്സിലായതുപോലെ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം കിടക്കുന്നവന് മനസ്സിലായി അവസാനം. ലാസർ സാധുവായ മനുഷ്യനാണെങ്കിലും ദൈവത്തെ സേവിച്ച് ജീവിച്ചവനാ. ഞാൻ വലിയ കോടീശ്വരനായി ദൈവത്തെ ഒന്നും സേവിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചു, അതുകൊണ്ട് ഈ ഗതികെട്ട അവസ്ഥയിൽ വന്നു. ഒരു തുള്ളി വെള്ളം പോലും തരാനായിട്ട് ആരുമില്ലാത്ത അവസ്ഥ. എത്ര ശോചനീയം, എത്ര ദുഃഖകരം, എത്ര പരിതാപകരം, എത്ര വേദനാജനകം, എത്ര ഭീകരം, എത്ര ഭീവത്സം. ദൈവമക്കൾ ഇതൊക്കെ ഒന്ന് പഠിക്കണേ. ഒരൊറ്റ ആയുസ്സേ നമുക്കുള്ളൂ. ഏറെ ആയാലും 70-80 സംവത്സരം ഇവിടെ ജീവിക്കുക. അതിന് മുമ്പൊക്കെ തട്ടിപ്പോവുക. ഇപ്പോൾ ഭക്തന്മാർ ചെറുപ്പത്തിലേക്ക് തട്ടിപ്പോവുക. ഞങ്ങളൊക്കെ 10-60-70 വയസ്സോളം ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത്രത്തോളം ആയുസ് ഞങ്ങൾക്ക് തന്നു. ഇനിയുള്ള ആയുസ് ഈ വചനം പ്രസംഗിച്ച് ചാകാനാ തീരുമാനം. ഹല്ലേലൂയ. മനസ്സിലായോ? കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ. കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന ഉപദേശമാണ് പുതിയ നിയമസഭയുടെ പ്രമാണങ്ങൾ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം, അപ്പോസ്തലന്മാർ വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം, ലേഖനങ്ങളിലൂടെ തന്ന റോമാലേഖനം മുതൽ യൂദർ ലേഖനം വരെ വെളിപ്പാട് 1, 2, 3 അധ്യായമുണ്ടതിൽ. അത് നമുക്ക് തന്ന പ്രമാണമാണ്. അത് അനുസരിച്ചോണം. ആ വചനങ്ങൾ നമ്മളിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വാഴട്ടെ. മോശയുടെ പ്രമാണം വസിച്ചാൽ ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടത്തില്ല. തമ്മിൽ തല്ലാനും വഴക്കുണ്ടാക്കാനേ നേരം കാണുകയുള്ളൂ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് വരട്ടെ. ദൈവമക്കളെ, സ്തോത്രം. ഒരുത്തൻ എന്നിലും 5-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാൽ 15-5 യോഹന്നാന്റെ സുവിശേഷം. ഞാൻ മുന്തിരിവള്ളിയും എത്ര മനോഹരമായ നിലയിൽ എഴുതി വെച്ചിരിക്കുക. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. കർത്താവത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരല്ലേ? നമ്മൾ മോശയുടെ ശിഷ്യന്മാരാ പലരും. അതുകൊണ്ടാണ് ഇത് അങ്ങോട്ട് എറിക്കാത്തത്. മോശയുടെ ശിഷ്യന്മാർക്ക് ഇത് എറിക്കത്തില്ല, ശരിയാ. കാരണം മുന്തിരിവള്ളിയും ഈ വാസവും ഒന്നും അപ്പുറം പഴയ നിയമ പ്രമാണത്തിൽ ഇല്ലല്ലോ. യൂദിനെ കുറിച്ച് മുന്തിരിവള്ളി എന്നുള്ള പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നട്ട മുന്തിരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് പറയുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ പറയുന്നുള്ളത് ഞാനെടുത്ത് നിങ്ങളോട് പറയുന്നുണ്ടത്. വലിയ ദുഃഖകരമാണ് അത് പറയുമ്പോൾ തന്നെ. വേദനാജനകമാണ് ആ ഭാഗം ചിന്തിക്കുമ്പോൾ തന്നെ. ഇവിടെ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനൊരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളിലും നാം കർത്താവിലും വസിക്കണം. ഇല്ലെങ്കിൽ കൊമ്പ് പോലെ എടുത്ത് ദൂരെ കളയും. അങ്ങനെ ദൂരെ കളയുന്നവരെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് കത്തിച്ച് കളയുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നരകക്കുഴിയിൽ കൊണ്ട് തള്ളുക. മനസ്സിലായോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവായി ഈ സന്ദേശങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള സന്ദേശങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹശുശ്രൂഷകന്മാരും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്.
ഇന്നലെ ഒരു സഹോദരനെ പരിചയപ്പെടാനിടയായി. കോഴിക്കോടുള്ള ആ മാന്യ ദൈവദാസനെ പരിചയപ്പെട്ടപ്പോൾ ഈ വലിയ സന്തോഷം തോന്നി. ക്രിസ്തുവിൻ്റെ പ്രമാണമാണ് നാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് നാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അത് കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് പലരും ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിനെ പിരിഞ്ഞാണ് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥന, മെഗാ മീറ്റിംഗ് ഒക്കെ കർത്താവിനെ കൂടാതെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂർ ഒരു ഗ്രൂപ്പ് വന്ന് മീറ്റിംഗ് നടത്തി. ഫീസ് 2000 രൂപ. 10,000 പേരോളം വന്നു. കാശ് എത്ര കിട്ടി? വന്നവർക്കൊക്കെ ഉച്ചക്കഞ്ഞി എന്താണ്ടൊക്കെ കൊടുത്തു, തൊട്ടുകൂടിയായിട്ടൊക്കെ കൊടുത്തു. 3 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് കാശും കൊണ്ട് സംഘാടകർ സ്ഥലം വിട്ടു. വിശ്വാസികളൊക്കെ ആത്മീയമായി കുഴഞ്ഞ് ഗതികെട്ട പരുവത്തിലായി. കാരണം എന്താ? ഈ ഭൗതികം പ്രാപിച്ചെടുക്കാൻ നടക്കുന്നവരാരും വിശ്വാസികളെ വളർത്താനുള്ള പ്രാപ്തരുള്ളവരല്ല. അവർ ആത്മീക സമ്പന്നരല്ല. അവർ ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ടവരല്ല. അവരിൽ നിർമ്മലമായ പത്യവചനം, പത്യോപദേശം ഇല്ല. ഭൗതികമായ അനുഗ്രഹങ്ങളെ പ്രസംഗിച്ച് അവരെ ആൾക്കാരെ മുൾമുലയിൽ നിർത്തുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിടിവിക്കും. ഞാൻ പറയും, ദൈവം നിന്നെ വെടിവെക്കും. അനുഗ്രഹിക്കാൻ പോകും, വിടിവിക്കാൻ പോകും. പ്രമാണം അനുസരിക്കാതെ എങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്നേ? പ്രമാണം അനുസരിക്കാതെയുള്ള അനുഗ്രഹങ്ങൾ സാത്താൻ്റെതാണ്. പ്രമാണം അനുസരിക്കാതെയുള്ള സൗഖ്യങ്ങൾ സാത്താൻ്റെതാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വന്ന് മത്തായി 7:22 വായിക്കാം. മത്തായി 7:22 പെട്ടെന്ന് വായിച്ചാട്ടെ. മത്തായി 7:22, 21. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടജനത്തെ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിലാ ഭൂതങ്ങളെ പുറത്താക്കിയത്. നിന്റെ നാമത്തിലാണ് ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തത്. ബെൽറ്റ് മാറി, വിസ കിട്ടി, ജോലി കിട്ടി, പ്രമോഷൻ കിട്ടി, കോടികൾ വന്നു. ഒരു ഫോൺ കോളിൽ 1 കോടി രൂപ ബാങ്കിൽ വന്നു. എന്നിട്ട് ചോദിക്കുക, ആർക്കെങ്കിലും കോടികൾ വേണോ? കിടന്ന് തുള്ളിച്ചാടുക. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ കിടന്ന് തുള്ളിച്ചാടുക വിശ്വാസികള്. കാരണം കോടി വേണമെന്നാ ചോദിക്കുന്ന പാസ്റ്റർമാരെ. ഇതുപോലെ ദുരുപദേശം പറയുന്ന കേരളക്കര ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പനും മക്കളും എല്ലാം കൂടി ചേർന്ന്. അപ്പം ദുരുപദേശമാണെങ്കിൽ മോൻ അതിലും വലിയ ദുരുപദേശം. ഇതെവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും. ഇതിൻ്റെ പുറകെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വാത്സല്യ ദൈവമക്കളെ, കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വിശുദ്ധ ഉപദേശത്തിലേക്ക് നിങ്ങൾ വാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, രോഗികൾ സൗഖ്യമായി. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അധർമ്മം. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ ഈ അധർമ്മത്തെക്കുറിച്ച് പത്രോസ് പറയുന്നൊരു ഭാഗം നിങ്ങളെ തിരിയപ്പെടുത്തുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിലെ 16 വാക്യങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. പൗലൂസിനെ കുറിച്ച് പറയാം ഇവിടെ. അതിൻ്റെ 15 വായിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലൂസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദ എഴുതിയ വചനങ്ങളെ ഗ്രഹിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളായ ശുശ്രൂഷകന്മാർ അതിനെ കോട്ടിക്കളയുക, കൂട്ടുചേർക്കുക, മറിച്ചു കളയുക. ഇടയ്ക്കൊരു ബിരുദം പറഞ്ഞു, പൗലോസ് എഴുതിയ ലേഖനങ്ങൾ ഞങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന്. പൗലോസ് എഴുതിയ ലേഖനം സഹോദര നിനക്ക് ഗ്രഹിക്കാൻ കഴിയാതെ നിന്റെ തലമണ്ട സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? പൗലോസ് എഴുതിയ ലേഖനങ്ങൾ പത്രോസ് എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? പൗലോസ് എനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. പൗലോസ് എഴുതിയ തിരുവചനത്തെ കോട്ടിക്കളയുന്നു. പത്രോസ് എഴുതിയ വചനത്തെ കോട്ടിക്കളയുന്നു. യോഹന്നാൻ എഴുതിയ വചനത്തെ കോട്ടിക്കളയുന്നു. യാക്കോബ് എഴുതിയ വചനത്തെ കോട്ടിക്കളയുന്നു. യൂദ എഴുതിയ വചനത്തെ കോട്ടിക്കളയുന്നു. ലൂക്കോസ് എഴുതിയ പ്രവൃത്തി പുസ്തകത്തെ കോട്ടിക്കളയുന്നു. ഒരേ
കർത്താവും അപ്പോസ്തലന്മാരും എഴുതിയിരിക്കുന്ന വചനങ്ങളെ കോട്ടിക്കളയുന്നു. ഞാൻ നേരത്തെ വായിച്ചല്ലോ 1 കൊരിന്ത്യർ 2:9 ദൈവത്തിനെ സ്നേഹിക്കുന്നവർ കുരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്, ആത്മീകമായ അനുഗ്രഹങ്ങളാണ്. ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലവേ അല്ല. ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രവചിക്കുന്നവർ കള്ളപ്രവാചകന്മാരാണ്, ദുരുപദേഷ്ടകന്മാരാണ്. അവരുടെ സ്ഥലങ്ങളിൽ നിന്ന്, അവരുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നരകത്തിൽ പോകാൻ വേറെ വഴിയൊന്നുമില്ല, അത് തന്നെ മതി. അറിവില്ലാത്തൊരു വസ്തുരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. മനസ്സിലായില്ലേ? പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയൊക്കെ എഴുതിയ വചനങ്ങളെ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് അത് ഗ്രഹിച്ച പലരും ഉണ്ട് ഇവിടെ. അവരോട് പോയി ചോദിക്കണം. പ്രായമുള്ള കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, അവരോട് ചോദിച്ച്, പുതിയ നിയമം പഠിപ്പിക്കുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലാതെ വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയരുത്. ചിലർക്ക് അതൊരു സ്ഥിരം പതിവായി മാറിയിരിക്കുക. അത് മറ്റൊരു സുവിശേഷമാ, മറ്റൊരു ആത്മാവാ, മറ്റൊരു ക്രിസ്തുവാ. ജനം ജാഗ്രതയും. ഹല്ലേലൂയ. ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തൊരു വസ്തുരന്മാരുമായി ശേഷത്തിൽ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് ആധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി, ഈ ഭാഗം പറയാനാണ് ഞാൻ ഇത്രയും വായിച്ചത്, ആധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുക എന്നുള്ളത് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു രീതിയാണ്. ഞാനത് പറഞ്ഞേ പറ്റൂ. ഞാൻ എത്ര പറയേണ്ടെന്ന് വിചാരിച്ചാലും എൻ്റെ നാവിലത് കർത്താവ് തന്നുകൊണ്ടിരിക്കുക. കാരണം അത് ഖണ്ഡിക്കാൻ ആളില്ല ഇവിടെ. ഞങ്ങളെപ്പോലുള്ള ചുരുക്കം ചിലരേ ഉള്ളൂ. എല്ലാവരും വാരിക്കോരി അനുഗ്രഹം തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വചനങ്ങളെ കേട്ട് നശിച്ചുകൊണ്ടിരിക്കുക പലരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിനെ പിരിഞ്ഞ് കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ചെയ്യുന്നതൊക്കെ നാശമാണെന്ന് മനസ്സിലാക്കണം. ക്രിസ്തു വന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയില്ല. ഇന്ന് പലരും അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുക. അവരവരുടെ സ്വന്തം പ്രസ്ഥാനങ്ങളെ വളർത്താൻ, സ്വന്തം പേര് വളർത്താൻ, സ്വന്തം കസേര ഉറപ്പിക്കാൻ പല അടിസ്ഥാനങ്ങൾ ഇടുക. അടിസ്ഥാനം മൂലക്കല്ല് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു ആവുന്ന മൂലക്കല്ലോട് ചേർത്താണ് പണി. അല്ലാത്ത പണിയെല്ലാം അപകടം മണത്തോട് പറയുക. 7-ാം വാക്യം 15-7. എൻ്റെ കൂടെയുള്ള സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളി എപ്പോഴും ഈ വാക്യം എടുത്ത് പറയും. നിങ്ങൾ എന്നിലും എൻ്റെ നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അവിടിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ ഭാഗം പറയത്തില്ല. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, അപ്പം കർത്താവ് നമ്മിൽ വസിക്കുന്നു, കർത്താവിൻ്റെ വചനം നമ്മിൽ വസിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന മുഴുവൻ ഭൗതിക കാര്യങ്ങളല്ല, ആത്മീകമായിരിക്കും ചോദിക്കുന്നത്. അത് മനസ്സിലാകത്തില്ല ഈ മണ്ടക്കോ സ്വാമികൾക്ക്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ആത്മീകമായിരിക്കും, ലോകത്തിലെ കാര്യങ്ങളായിരിക്കത്തില്ല. നമ്മൾ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയും. അത് സ്തോത്രത്തോടൊരു വിഷയം പറഞ്ഞങ്ങ് വിടുക, അല്ലാതെ അതിന് കിടന്ന് ജൽപ്പനം ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു വിഷയത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര പേര് എനിക്കറിയാം. സഭകളിൽ വിഷയങ്ങൾക്ക് വേണ്ടി ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനക്കാർ എത്ര പേരുണ്ട്. സഹോദരിമാരും സഹോദരന്മാരും. അവരെ തിരുത്താൻ ആളില്ല. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നുള്ള ആവശ്യങ്ങൾ പ്രാർത്ഥന അപേക്ഷ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. ഒരു വിഷയം പറയാ, സ്തോത്രം പറയാ, വിട്ടേക്കുക. പിന്നെ ആവശ്യങ്ങൾ വിശദമായിട്ട് കിടന്ന് പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞ് കർത്താവ് ഇതെല്ലാം കേട്ട് കർത്താവ് എനിക്കങ്ങ് പോവുക ചെയ്യണം. പണ്ട് വാസു പറഞ്ഞ പോലെ പ്രാർത്ഥന തുടങ്ങുമ്പോഴേ കർത്താവ് സ്ഥലം വിടുക തുടങ്ങും. കാര്യം സഹിക്കാൻ പറ്റത്തില്ല കർത്താവിന്. അതുപോലെയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച് കർത്താവിനെ മുഷിപ്പിക്കുന്ന ഭക്തന്മാർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കിട്ടും. അടുത്ത വാക്യം 8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ
ആ നമ്മൾ ആത്മീകമായ ഫലങ്ങൾ കായ്ക്കുമ്പോഴാണ് കർത്താവ് നമ്മളിൽ മഹത്വപ്പെടുന്നത്. മനസ്സിലായോ? അല്ല കുറെ ഭൗതിക അനുഗ്രഹം കിട്ടുമ്പോഴല്ല. വാരിക്കോരി തരുന്നത് സാത്താനാണെന്ന് മനസ്സിലായിക്കോണം. ഭൗതികം കൂടുമ്പോൾ അനുഗ്രഹം, ഭൗതിക നന്മ കൂടുമ്പോൾ അത് കർത്താവാണ് തന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. കർത്താവ് ഭൗതികമായ അനുഗ്രഹങ്ങളല്ല തരുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിത്തരും. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങണ്ട. തക്ക സമയത്ത് ദൈവം നമുക്കെല്ലാം നമ്മുടെ ആവശ്യങ്ങൾ തരും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. അതാ കർത്താവ് പറഞ്ഞത്. ആകാശത്തിലെ പറവുകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ഈ പറവജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. ആദിയിലവൻ്റെ രാജ്യം നീതി അന്വേഷിക്കും. ആ ക്ലോസ് ആണ് ഇന്ന് പ്രോസ്പെക്റ്റുകാർ വിട്ടുകളഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം ദൈവനീതിയും അന്വേഷിക്കുന്നില്ല ആരും. ഭൗതികത്തിൻ്റെ പുറകെ പോവുക. ഒരു പ്രവചനം കേൾക്കാൻ പോയാൽ മുഴുവൻ ഭൗതികമാണ്. പ്രവചിച്ചു കൂട്ടുന്നത് മുഴുവൻ ഭൗതിക അനുഗ്രഹങ്ങളാണ്, ആത്മീകമല്ല. പാലല്ല തലയാക്കുമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞതെടുത്ത് പുതിയ നിയമത്തിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാര്യകാരണ സഹിതങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ അപകടത്തിൽ ചെന്ന് ചാടും. ചില പുഴുക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പുഴു ഇങ്ങനെ ഒരു വട്ടത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. മറ്റേ പുഴുക്കൾ അതിൻ്റെ പുറകെ അങ്ങ് പോവുക. മുമ്പേ പോകുന്നവരോട് ചോദിക്കുക അങ്ങോട്ട് പോവുക. ഞാനങ്ങ് പോവുക. പുറകെ ചോദിക്കുന്നതോട് പോവുക. മുമ്പൊരുത്തം പോവുക, ഞാനും അങ്ങ് പോവുക. ആർക്കും ഒരു ലക്ഷ്യമില്ല. നമുക്ക് ലക്ഷ്യമുണ്ട്. നമുക്കുള്ള ലക്ഷ്യം ദൈവരാജ്യം, നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം. കർത്താവ് അപ്പോസ്തലന്മാരും ഊന്നൽ കൊടുത്ത് പഠിപ്പിച്ച അതാ. ഞാൻ ഈ പൊങ്ങോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവരാജ്യം സ്വർഗരാജ്യം എന്നുള്ള വിഷയം ക്ലാസ്സായിട്ട് എടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മെസ്സേജുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. സ്തോത്രം. അതിൽ പ്രധാനമായിട്ട് പഠിപ്പിച്ച 2 വിഷയങ്ങൾ: സ്വർഗരാജ്യം മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരി, ഒരു മുത്ത് വിൽപ്പനക്കാരനോട് സാദൃശ്യം. തനിക്ക് കുറേ മുത്ത് ഉണ്ട്, കയ്യിലിരിപ്പുണ്ട്, അത് വിറ്റുകൊണ്ടിരിക്കുക. എന്നാൽ വിലയേറിയ മുത്ത് കണ്ടെത്തിയാറേ തൻ്റെ കയ്യിലുള്ളതെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു? ആ വിലയേറിയത് പ്രാപിച്ചു. നമ്മുടെ കയ്യിലിരിക്കുന്ന ചപ്പും ചോറും ഒക്കെ കളഞ്ഞിട്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി ഓടണം. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ ഇതിനെ പിടിച്ചടക്കുന്നു. മനസ്സിലായോ? സ്വർഗരാജ്യം കിട്ടുമെന്ന് ഓടി പോവുകയല്ല ചെയ്യുന്നത്, അത് പിടിച്ചെടുക്കുക. വചനമനുസരിച്ച്, ഉപദേശമനുസരിച്ച് ആത്മികരായി ജീവിച്ച് അത് പിടിച്ച് സ്വായത്തമാക്കുക. നമ്മളെ അതാ കർത്താവ് പഠിപ്പിച്ചതാ. സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗരാജ്യം പിടിച്ചെടുക്കുക ദൈവമക്കളെ. അതാണ് ഒരു ആത്മീയന്റെ ലക്ഷണം. അല്ലാതെ ഭൗതിക അനുഗ്രഹത്തിൻ്റെ പിറകെ പോകുന്നതല്ല. വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് കണ്ടെത്തിയാരെ തനിക്കുള്ളതെല്ലാം വിറ്റു, എല്ലാം വിറ്റു എന്ന് പറഞ്ഞ മകൾ വീട് പാടും വസ്തുവൊക്കെ വിറ്റ് പോകണമെന്നല്ല. നമുക്ക് ഈ ലോകത്തോടുള്ള ആഗ്രഹങ്ങളെല്ലാം വിടണം. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ പിറകെ പോകരുത് ദൈവമക്കൾ. ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യാം, ഉപജീവനത്തിന് വേണ്ടി നമുക്ക് ബിസിനസ് ചെയ്യാം, അതൊക്കെ ചെയ്യാം, അതൊക്കെ ഓക്കെ. നമ്മുടെ ലക്ഷ്യം പിന്നെ സ്വർഗരാജ്യമായിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് സാത്താൻ തട്ടിപ്പറിച്ച് കളയും. മനസ്സിലാക്കണം. അത് ദൂതന്മാരെ സൃഷ്ടിച്ച അതേ തോട്ടത്തിൽ, ഏതൻ തോട്ടത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൂതന്മാരെ സൃഷ്ടിച്ച അതേ ഏതൻ തോട്ടത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവരെ സൃഷ്ടിച്ചിട്ട് അവരെ എന്ത് ചെയ്തു? അഹങ്കരിച്ചപ്പോൾ ദൈവം വെട്ടി നിലത്തിട്ടു, അല്ലേ? ലൂസിഫർ, നമുക്കറിയാം. അപ്പോൾ അവർക്കൊരു നമ്മോടുള്ള ഒരു വൈരാഗ്യം എന്താ? അത് ശരി, എന്നെ വെട്ടി നിലത്തിട്ടിട്ട് അവരെ സൃഷ്ടിച്ചിട്ട് അവരെ നിന്നോടൊപ്പം ജീവിക്കാന്നാ? സമ്മതിക്കത്തില്ല. മാനവജാതിയോടുള്ള സാത്താൻ്റെ കൈകടത്തൽ വലുതാണ്, അത് മനസ്സിലാക്കണം. ഞാനത് 2 വാക്യങ്ങളിലൂടെ നിങ്ങളെ ഒന്ന് തെളിയിക്കാം വേണമെങ്കിൽ. വെളിപ്പാട് 12:9 ഒന്ന് വായിക്കാം. വെളിപ്പാട് 12:9.
ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ട വിഷയമാണ്. വെളിപ്പാട് 12:9 ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം. മതി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക. പെന്തക്കോസ്തുകാരെ മുഴുവൻ തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അനേകർ തെറ്റിക്കിടക്കുക. അടിപടലം തെറ്റിക്കിടക്കുക. പെന്തക്കോസ്തുകാരെ സാത്താൻ തെറ്റിച്ചിട്ടിരിക്കുക. ആരും നിങ്ങളെ ചതിക്കരുതെന്ന് പൗലോസ് പറയും. ചതിച്ചിട്ടിരിക്കുക. സർപ്പം ഹവ്വായെ ഉഭയത്തിൽ ചതിച്ചപോലെ ചതിച്ചിട്ടിരിക്കുക. പെന്തക്കോസ്തുകാരുടെ ലക്ഷ്യം സ്വർഗരാജ്യമല്ല, ദൈവരാജ്യമല്ല, നിത്യതയല്ല. ഈ ലോകത്തിന്റെ ഭൗതികത്തിന്റെ പുറകെ സാത്താൻ തൻ്റെ ദുരുപദേശങ്ങൾ കൊടുത്ത് അനേകരെ ചതിച്ചിട്ടിരിക്കുക. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന സാത്താൻ. വെളിപ്പാട് 20:3 വായിച്ചേ. ഈ 2 വാക്യങ്ങൾ. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവൻ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. എന്തിനാ ഈ അടച്ചു പൂട്ടിയത്? ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. 1000 ആണ്ട് വാഴ്ചയിൽ ജാതികളുണ്ട് ഈ ഭൂമിയിൽ, വിശുദ്ധന്മാരുണ്ട് ഈ ഭൂമിയിൽ. കർത്താവ് രാജാവായിട്ട് വാഴും. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ബോധമുണ്ടോ? ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടോ? ഈ ഭൂമിയിൽ നമ്മൾ 1000 ആണ്ട് വാഴ്ച ഉണ്ടെന്ന് വചനത്തിലൂടെ വിശ്വസിക്കുന്നുണ്ടോ? അന്ന് ജാതികൾ ഈ ഭൂമിയിലുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കർത്താവ് വന്ന് സഭയെടുത്ത് 7 വർഷം മഹോദരകാലം 7 വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സംഭവമായത്. ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയുടെ സിസ്റ്റങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോഴാണ് കർത്താവ് രാജാവായിട്ട് നമ്മൾ ആത്മശരീരത്തിൽ ഈ ഭൂമിയിൽ വാഴുന്നത്. ആ സമയത്തും ജാതികളെ തെറ്റിക്കാതിരിപ്പാൻ, വഞ്ചിക്കാതിരിപ്പാൻ എന്ത് ചെയ്തും അഗാധ കൂപത്തിൽ സാത്താനെ ബന്ധിച്ചിടും. അപ്പൊ ജാതികളെ മുഴുവൻ വഞ്ചിക്കുന്നത് ആരാ? ട്രംപിനെ വഞ്ചിക്കുന്നത് ആരാ? ഇറാനെ വഞ്ചിക്കുന്നത് ആരാ? രാഷ്ട്രത്തലവന്മാരെ കരങ്ങളിലെടുത്ത് അമ്മാനമാടുന്നത് ആരാ? മനുഷ്യനെ കൊന്നു മുടിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരാ? അതിന്റെ പിന്നിൽ? സാത്താനാണ്. സാത്താന്റെ പ്രവൃത്തി എന്താ കർത്താവ് പറഞ്ഞത്? അറുക്കുക, മുടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. കർത്താവോ ജീവനുണ്ടാകാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകത്തില്ല കർത്താവ്. സാത്താന്റെ പ്രവൃത്തി മുഴുവൻ നശിപ്പിച്ചു കളയുക, തമ്മിൽ കലഹിപ്പിക്കുക. ഈ രാഷ്ട്രീയക്കാരെ തമ്മിൽ വൈരം ഉണ്ടാക്കുന്ന ആരെ? സാത്താനാണെന്ന് ഇതിന്റെ പിന്നില്. അങ്ങനെയല്ലേ വചനം പറയുന്നേ? ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകം 20-ന്റെ 3-ാം വാക്യം, ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. വെളിപ്പാട് 12-ന്റെ 9 എന്താ പറയുന്നത്? സർവ്വഭൂമിയെയും തെറ്റിച്ച് കളയുന്ന സാത്താൻ. സർവ്വഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി മുഴുവൻ എന്താ? ജാതികളല്ലേ, മനുഷ്യരല്ലേ. പുതിയ നിയമസഭ എന്ന് പറയുന്ന വിശ്വാസികളെ തെറ്റിച്ചിട്ടിരിക്കുക. യഥാർത്ഥ ട്രാക്കിൽ കൂടി ഓടാതെ തെറ്റായ ദിശയിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. പുതിയ നിയമ വിശ്വാസി ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അവരുടെ ലക്ഷ്യം ദൈവരാജ്യം, സ്വർഗരാജ്യം. ആത്മീയമായ ഓട്ടക്കളത്തിൽ ഓടി സ്വർഗരാജ്യം പ്രാപിക്കുക, നിത്യത പ്രാപിക്കുക, ദൈവരാജ്യം പ്രാപിക്കുക. അതിൽ നിന്ന് നമ്മളെ തെറ്റിച്ചിട്ടിരിക്കുക സാത്താൻ. ഭൗതികത്തിന് വേണ്ടി ഓടിക്കുക ശുശ്രൂഷന്മാരെ. വീട് തരും, കാറ് തരും, ഞങ്ങളുടെ ഉടയെ വന്ന എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടും, പൊയ്ക്കോ, അവസാനവും നരകവും കിട്ടും. മനസ്സിലായോ? നമുക്ക് നിത്യത പ്രാപിക്കണം. ആദാമ്യ പാപനിമിത്തം സകല മനുഷ്യരും മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അവിടെ ആ അവസ്ഥയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി വന്ന് നമ്മെ വീണ്ടെടുത്തു, ദത്തെടുത്തു, വിലയ്ക്ക് വാങ്ങി, രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി, പരിശുദ്ധാത്മാവിനെ നൽകി തന്ന് മക്കളും അവകാശങ്ങളുമാക്കി മാറ്റി. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഭൂമി തെറ്റിച്ചളയാൻ സാധാരണ ശ്രമിക്കുക. സർവ്വലോകം ദുഷ്ടന്റെ അതിരിലാണ് കിടക്കുന്നത്. വി.ഡി. സതീശൻ ഭരിക്കാൻ പോകുന്ന ഈ കേരളം പിശാച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളമാണ്. ബോധ്യമുണ്ടോ ആർക്കെങ്കിലും? അത് ഇന്ത്യയുടെ ഭരണം സാത്താൻ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ രാഷ്ട്രങ്ങളിലും മേലും സാത്താന്റെ ഭരണമുണ്ട്, അവൻ്റെ കൈകടത്തലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകവുമായിട്ട് യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്തതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്
ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് എത്രയാകുന്നു. ലോകത്തിന്റെ സകല മോഹിപ്പിക്കുന്ന കാര്യങ്ങളും സാത്താൻ്റെതാണ്. അതുകൊണ്ട് പത്രോസ് ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. പലതും തന്ന് മോഹിപ്പിക്കും. കസേര തരും, പണം തരും, കാറ് തരും, വീട് തരും, വിസ തരും. 4 മക്കളുണ്ട്, 4 പേരും അമേരിക്കയിലാ. ഓ, പിന്നെ അങ്ങ് അനുഗ്രഹമായി. തെറ്റിപ്പോയി ദൈവമക്കളെ. ഈ 4 മക്കളും ആത്മീയരാണോ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈ 4 മക്കളും കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ ഹൃദയത്തിൽ വെച്ച് ജീവിക്കുന്ന ആത്മീക മക്കളാണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ക്യാപ്റ്റൻ സമോൾ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ മോൻ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകുന്ന ജോലിയാണ്, കുഴപ്പമില്ല. കാകളം തുനിക്കുമ്പോൾ അവിടെ നിന്ന് അവൻ പോവോ? അത് മതിയെന്നേ. വലിയ വലിയ ജോലി ചെയ്ത് വലിയ വലിയ തുക സമ്പാദിച്ച് നരകക്കുഴിയിൽ പോയി വീഴുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒരു സാധാരണ മനുഷ്യനായി, വേദപുസ്തക ഭാഷയെ പറഞ്ഞാൽ ലാസറിനെ പോലെ ജീവിച്ച് നിത്യതയിൽ പോകുന്നു. മറ്റവൻ എന്തിൻ്റെ കുറവായിരുന്നു? ചായ കുടിക്കത്തില്ല, കാപ്പി കുടിക്കത്തില്ല, പെപ്സി കുടിക്കത്തില്ല, കളറുള്ളമേ കുടിക്കുകയുള്ളൂ. അറിയാമല്ലോ സംഭവം. ദിനം പ്രതി ആളെ വട്ടു വസ്ത്രം ധരിച്ച് സൂചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എവിടെ പോയി വീണു? ഇത് തന്നെയാണ് ഇന്ന് പലർക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വേദനയോടെ, ദുഃഖത്തോടെ, സങ്കടത്തോടെ ഞാൻ പറയുന്നു, കർത്താവ് വസിക്കുന്ന ഒരു ശാഖയായി ഞാനും നീയും തീരണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും ഉപേക്ഷിക്കും. കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ, നാം കർത്താവിൽ വസിക്കുമ്പോൾ നമ്മൾ ഇച്ഛിക്കുന്നത് ആത്മീയമായിരിക്കും, സ്വർഗീയമായിരിക്കും. ലോകത്തിൻ്റെ ഭൗതികം ആയിരിക്കത്തില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അതാ വചനവ്യവസ്ഥ. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിന് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ കർത്താവിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കർത്താവിൻ്റെ ശിഷ്യന്മാർ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇന്ന് ഭൂമി കുറവാണ്, വളരെ കുറവാണ്, ചെറിയ ശേഷിപ്പേ ഉള്ളൂ. അടുത്ത 9-ാം വാക്യം. ആമേൻ. ദൈവസ്നേഹത്തിൽ വസിക്കുക. കർത്താവ് നമ്മെ സ്നേഹിച്ചത്, പിതാവ് കർത്താവിനെ സ്നേഹിച്ചതുപോലെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് കർത്താവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ആ ഒരു പ്രയോഗമുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് ഗ്രഹിപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുക. റോമാലേഖനം 5-ാം അധ്യായം എടുത്താണ്. റോമാലേഖനം 5-ാം അധ്യായം. ഹല്ലേലൂയ. ഇത്ര മനോഹരമായ നിലയിൽ പൗലോസ് ജീവിച്ചിരിക്കുക. ക്രിസ്തുവോ, 8-ാം വാക്യം. ക്രിസ്തുവോ അതിൻ്റെ 6 തൊട്ട് വായിക്കാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യമാണ് പാപികളായ നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓ, എത്ര മനോഹരമായൊരു അനുഭവമാണ്. ഇനി 10-ാം വാക്യം വരാം. 10-ാം വാക്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എത്ര മനോഹരമായൊരു വാക്യമാണ്. കർത്താവ് പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നമ്മൾ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം. മനസ്സിലായോ? കർത്താവിൻ്റെ പ്രമാണം എന്നുള്ളത് പിതാവ് പുത്രന് കൊടുത്ത പ്രമാണമാണ്. കർത്താവിന് പുതിയൊരു പ്രമാണമൊന്നുമില്ല. പിതാവ് പുത്രന് കൊടുത്ത പ്രമാണമാണ് പുത്രൻ അത് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. അത് ഈ പുതിയ നിയമസഭയത്ത് ജെന്റിലൈസ് ജാതികൾക്ക് വേണ്ടിയുള്ള പ്രമാണമാണ്. സകല മാനവ ജാതികൾക്കും വേണ്ടിയുള്ള പ്രമാണമാണ് കർത്താവ് അവർക്ക് കൊടുത്തത്. ശിമ്യോന്റെ പ്രാർത്ഥനയിൽ അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ ഈ അടിനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ലൂക്കോസ് 2:29-30-31 വാക്യങ്ങൾ. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും ഇതിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്.
മോശയുടെ പ്രമാണം യഹൂദ ജാതിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോടാണ്. ന്യായപ്രമാണത്തിൽ കീഴുള്ളവർ യഹൂദജാതിയാണ്, നമ്മളല്ല. ഈ സാത്താൻ അതിൻ്റെ കൈകടത്തി ഈ ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ എടുത്ത് പഠിപ്പിച്ച് അത് നെള്ളും പൊരുളുമായിട്ട് പഠിപ്പിച്ച് അങ്ങ് വിട്ടേക്കണം. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ ഇവരെ വളർത്തിയെടുക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനുള്ള ഉപദേശം കർത്താവ് അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ചതാണ്. ആ ഉപദേശം കൊണ്ട് തന്നെ അവരെ വളർത്തണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ചു സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു. പുതിയ നിയമസഭ കർത്താവിൻ്റെ കൽപ്പനകൾ ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുണ്ട്. സ്തോത്രം. വീഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ മറിയ വീഞ്ഞ് വീട്ടുകാരോട് എന്താ പറഞ്ഞേ? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ. അവിടെ വീഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും ഞാനതിനെ കർത്താവ് കൽപ്പിച്ചത് മുഴുവനാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അവന് നിങ്ങളോട് കർത്താവ് കൽപ്പിച്ച വചനങ്ങളല്ലേ? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ കർത്താവരോട് കൽപ്പിച്ചതല്ലേ? കർത്താവ് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. കർത്താവരോട് കൽപ്പിച്ചതല്ലേ അത്? എന്നാൽ കർത്താവ് നമ്മോട് പറയാൻ, ജാതികളോട് പറയാൻ, സഭയോട് പറയാൻ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുകയല്ലേ ചെയ്തത്? പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ അവനെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഞാൻ അപേക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 20 വാക്യം എല്ലാവരും വായിച്ചു. ആ അധ്യായം മുഴുവൻ വായിച്ചു പഠിച്ചോണം. അവരെ, അവരുടെ, അവർക്ക്, അവരുടെ മേൽ എന്ന പദം എത്ര പ്രാവശ്യമുണ്ട്? 42ഓളം പ്രാവശ്യം അപ്പോസ്തലന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കണ്ണു തുറന്ന് കാണുക. 42ഓളം പ്രാവശ്യം അവരെയും, അവരും, അവരുടെ, അവർ, അവരും, അവരിൽ, അവർക്ക്, അവരോടുകൂടെ എന്ന പദം പറയുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നു. 42ഓളം പ്രാവശ്യം എടുത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അവരുടെ പ്രസക്തിയാ കാണുന്നത്. പുതിയ യെരൂശലേമിൽ വരുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പുതിയ യെരൂശലേമിൽ. എന്നാൽ കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരുടെ പേരുകൾ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഇസ്രായേൽ ഗോത്രം 12 ഗോത്രത്തെക്കുറിച്ച് ഗോത്രങ്ങളെ എഴുതി വെച്ചിരിക്കുമ്പോൾ പുതിയ നിയമ അപ്പോസ്തലന്മാരുടെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കാ പ്രസക്തി? ഇസ്രായേൽ ഗോത്രം 12-നാണോ കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർക്കാണോ പ്രസക്തി? എഫേസ്യ ലേഖനം 3:1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു. ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിക്കുന്ന വിഷയമാണ് പറയുന്നത്. ഹല്ലേലൂയ.